ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ഇടാം. കാരണം നമ്മൾ ബർത്ത്ഡേയുടെ വ്ളോഗ് അല്ലാണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് ഒരു വ്ളോഗായിട്ട് തന്നെ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഒരു ടൈം 12 മണിയായി കാണും. സോ നമുക്കിനി എണീറ്റ് പോയി പല്ല് കഴിക്കാം, ഫുഡ് കഴിക്കാം, വിശക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് റെഡി ആവാനായിട്ട് പോയി. അങ്ങനെ റെഡി ആയി കഴിഞ്ഞത് ഒരു ഫിച്ചൊക്കെ എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ കുറച്ച് ഫിച്ചൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. കാരണം എനിക്ക് എക്സാം കഴിഞ്ഞതുകൊണ്ട് ലീവാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് പോയാൽ മതി കോളേജിൽ. ഇറങ്ങാൻ നേരം നോക്കിയപ്പോഴത്തേക്കും നല്ല വ്യൂ, അത് സ്കൈ കാണാനാണെങ്കിൽ ഇതൊരു പ്രത്യേക ഭംഗി. സോ അങ്ങനെ അവൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ താഴെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ, എൻ്റെ റൂമിൻ്റെ. പറയോ വരാം കഴിച്ച എനിക്കേ ഞാനങ്ങ് മറന്നുപോയി. ഈ ഫോണിനകത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാമായിരുന്നു വീഡിയോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എടുക്കുമായിരുന്നു. പുതിയ ഫോണൊക്കെ വാങ്ങാൻ വേണ്ടി തല്ലി പൊട്ടിക്കുക ഫോണൊക്കെ. എൻ്റെ ഡാഡ് കാണുന്നുണ്ടെങ്കിൽ ഫോണൊക്കെ താഴെ തനിയെ വീഴാണ്. ഈ ടീഷർട്ട് ആശിഷിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ആശിഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ്. പിന്നെ നമ്മൾ നേരെ വന്ന് ഫുഡ് കഴിച്ച് അവളുടെ റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ തമ്മിൽ നിൽക്കുന്നത് അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. സോ അവൾ ആറാറും ഞാൻ ആചാര്യാണ്. ഇതാണ് എൻ്റെ മന. അങ്ങനെ നമ്മൾ വന്ന പാടെ ഉറങ്ങിപ്പോയി. പിന്നെ എണ്ണിക്കുന്നത് കുറച്ച് നൈറ്റൊക്കെ ആയ സമയത്താണ്. ഞാൻ അവളെ കുറേ വിളിച്ചു എണ്ണിക്കാൻ. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, എണ്ണിട്ടില്ല ഗൈസ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇവരെ പിന്നെ എന്നെ ഡെയിലി വ്ളോഗിൽ കാണുന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കി. അങ്ങനെ ഫുഡൊക്കെ വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. നമ്മൾ പിന്നെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.